വാപ്പി ആ എന്താടാ ആ ചേട്ടൻ പറഞ്ഞ ഷർട്ടിലെ മാന്ത്രികം എന്താ? ഏത് ചേട്ടൻ? ആ പെണ്ണ് കാണാൻ പോയി സന്തോഷത്തിൽ വന്ന ആ ചേട്ടനില്ലേ, വാപ്പി ഷർട്ടിൽ എന്തോ. പത്മരാജൻ. അവന്റെ ഇടത്തെ കൈക്ക് ഇത്തിരി നീളം കൂടുതലാ. അതുകൊണ്ട് അവന്റെ തോള് എപ്പോഴും ഇങ്ങനെ ഒരുപാട് ചരിഞ്ഞേ കിടക്കുള്ളൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നവർക്കും അവന്റെ ബോഡിയുടെ പ്രശ്നം അറിയാൻ പറ്റും. അതിന് ബാപ്പി ചെയ്തെന്താണെന്നറിയോ? ഓന്റെ ഷർട്ടിന്റെ ഷോൾഡർ തയ്ക്കുമ്പോ അതിനകത്തൊരു കമ്പിയും ഒരു പാഡും വെച്ച് സ്റ്റിച്ച് ചെയ്തു. അപ്പോ തോള് എത്ര ഇടിഞ്ഞു കിടന്നാലും ഷർട്ട് അങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൊണ്ട് എന്തായി, ആരും അവന്റെ കുറവ് കണ്ടില്ല. ഇപ്പൊ ആരും ചോദിക്കാത്തതുകൊണ്ട് പത്മനാഭൻ തന്നെ മറന്നു കാണും. വാപ്പി സത്യത്തിൽ അതൊരു പറ്റിക്കലല്ലേ? എന്ത് പറ്റിക്കല്? ആ കുറവ് കൊണ്ട് അവന് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടില്ല, കാണുന്നവർക്ക് ആ ബുദ്ധിമുട്ട്. അപ്പോ അതിനുള്ള അവസരം ഇല്ലാണ്ടാക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പോ കുറയ്ക്കാൻ നമ്മുടെ കുറ്റവും കുറവും ഇടുന്ന ഉടുപ്പുകൊണ്ട് മറയ്ക്കാൻ പറ്റുമല്ലേ വാപ്പി? പിന്നല്ലാതെ. അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ നല്ലത് തുറന്നു കാണിക്കാനും ഉടുപ്പിന് പറ്റും. ഇപ്പതേ ഈ തട്ടമിട്ട ആമരക്കുട്ടിയെ കാണാൻ എന്ത് ചെയ്യല എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഈ തട്ടത്തിനകത്ത് ജീവിക്കണമെന്ന് വാപ്പി പറയൂല. അതെന്താ വാപ്പി, തട്ട അത്രക്ക് മോശമല്ല, പക്ഷെ മാറ്റം വേണം. എന്തിന്? നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ കാലാവസ്ഥക്കനുസരിച്ചുള്ള മാറ്റം, നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള മാറ്റം. ഇപ്പതേ നമ്മുടെ PT ഉഷ അവര് സാരി കൊടുത്തിട്ട് ഓടി എങ്ങനെ ഉണ്ടാവും? അതുപോട്ടെ, നമ്മുടെ സാനിയ മിർസ തട്ട് ഇട്ടുകൊണ്ട് ടെന്നീസ് കളിച്ച് എങ്ങനെ ഉണ്ടാവും? ജോറായിരിക്കൂലേ? അതാ ഓരോ ജോലിക്കും അതിനിണങ്ങുന്ന വേഷം. അത് ശരിയാണല്ലോ വാപ്പി. അപ്പൊ സമയത്തിനനുസരിച്ചുള്ള മാറ്റമൊക്കെ നമുക്ക് വേണമല്ലേ? വേണമല്ലോ. അതൊക്കെ എന്റെ പൊന്നു മോൾക്ക് സമയമാകുമ്പോ മനസ്സിലാവും. ഓക്കെ? കേട്ടോ? കാലൊന്ന് പൊക്കി വെക്കുമ്പോ അടച്ചോരിയിട്ട് വെളിച്ചിട്ട് തീർത്ത്. ഇതെങ്ങനെ നടക്കും? പിന്നാടെനിക്ക് ഓ, ഒരു വാപ്പയുടെ മോള്. അയ്യോ, പതുക്കെ.